നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലൂടെ പാക് നിയന്ത്രിത ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ഭീകരമായ നരഹത്യയിലൂടെ ഇന്ത്യയുടെ ആത്മാവിന് ഇപ്പോൾ ഏറ്റിരിക്കുന്നത് കനത്ത മുറിവ് തന്നെയാണ്. അവധിക്കാല ആഘോഷങ്ങളുടെ ഭാഗമായി പ്രിയപ്പെട്ടവരുമൊത്ത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ താഴ്വരകളിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനെത്തിയ ഒരു മലയാളി അടക്കമുള്ള 26 ഇന്ത്യൻ പൗരന്മാരാണ് ഇസ്ലാം മതസ്ഥനല്ല എന്ന ഒറ്റ കാരണത്താൽ തീവ്രവാദികളുടെ തോക്കിനിരയായി ഉറ്റവരുടെ കൺമുൻപിൽ വെച്ച് പിടഞ്ഞു വീണ് മരിച്ചത്. ഇസ്ലാം മതസ്ഥർ ആണോ എന്നറിയാൻ തിരിച്ചറിയൽ കാർഡ് കണ്ട് ബോധ്യപ്പെടുകയും പോരാത്തതിന് ഇസ്ലാം വിശ്വാസത്തിന്റെ പരസ്യ പ്രഖ്യാപനമായ കലീമ സൂത്രങ്ങൾ ചൊല്ലിച്ച് അതിന്റെ പ്രായോഗികത കൊണ്ട് ഇസ്ലാമിക ജന്യത ഉറപ്പാക്കുകയും അവിടെയും തീരാതെ വസ്ത്രമഴിപ്പിച്ചും അവയവങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന മതസൂചനകൾ കണ്ടുറപ്പാക്കുകയും ചെയ്യുമ്പോൾ അവരുടെ കണ്ണിൽ ഇവിടെ ജീവിച്ചിരിക്കാനുള്ള മാനദണ്ഡം ഇസ്ലാമായിരിക്കുക എന്നതാണോ എന്ന് ജനങ്ങളെല്ലാം ഭീതിയോടും ആശങ്കയോടുമെല്ലാം ചോദിച്ചു പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെയും സുരക്ഷയെ നിർണായകമായി സ്വാധീനിക്കുന്ന പ്രവിശ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിർത്തി മേഖലയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജമ്മു കാശ്മീർ പ്രവിശ്യകൾക്ക്. മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാൻ എന്ന പ്രവിശ്യയെ അടർത്തി മാറ്റിയ കാലം മുതൽ അധിനിവേശത്വരയോടെ പാക് ഇസ്ലാമിക ശക്തികൾ ജമ്മു കാശ്മീരിനെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടും ഇന്ത്യയെ നിരന്തരമായി അലോസരപ്പെടുത്തിക്കൊണ്ടും നിലകൊള്ളുകയായിരുന്നു. അത്തരത്തിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുവാൻ ഒരുങ്ങിക്കെട്ടി സദാ കാത്തിരിക്കുന്ന പാക് തീവ്രവാദികൾക്ക് അതിനുവേണ്ടി എല്ലാ ഒത്താശകളും നൽകുന്ന തരത്തിലായിരുന്നു ജമ്മു കാശ്മീരിൽ നിലനിന്നിരുന്ന ആർട്ടിക്കിൾ 370 പിൻബലത്തിലുള്ള പ്രത്യേക പദവികളും അവകാശങ്ങളും. ജമ്മു കാശ്മീരിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇസ്ലാം മതസ്ഥരായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും നേരിടേണ്ടി വന്നത് അതിക്രൂരമായ അക്രമങ്ങളും വംശഹത്യകളുമായിരുന്നു. സരസ്വത് ബ്രാഹ്മണ സമൂഹത്തിന്റെ ഭാഗമായിരുന്ന കാശ്മീരിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ സമൂഹമായിരുന്ന കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീരിൽ ഏറ്റുവാങ്ങിയത് സമാനതകളില്ലാത്ത പീഡനങ്ങളും ആക്രമണങ്ങളുമായിരുന്നു. എല്ലാത്തിൻ്റെയും ഒടുവിൽ 1990-ൽ അവർക്ക് സ്വന്തം മണ്ണ് വിട്ട് പലായനം ചെയ്യേണ്ട ഗതികേടാണ് ഉണ്ടായത്. കാശ്മീരി പണ്ഡിറ്റുകൾ അനുഭവിച്ച കൊടിയ പീഡനങ്ങളുടെ നേർക്കാഴ്ചകളായിരുന്നു വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത ചിക്കാര എന്ന സിനിമയും വിവേക് അഗ്നിഹോത്രി സംവിധാനം ചെയ്ത കാശ്മീരി ഫയൽസ് എന്ന സിനിമ. കാശ്മീരിലുണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹവും അത്തരത്തിലുള്ള ആക്രമണങ്ങളും പീഡനങ്ങളും നേരിട്ടിരുന്നു. 1896-ൽ ശ്രീനഗറിൽ സ്ഥാപിതമായ ഹോളി ഫാമിലി ചർച്ചിൽ പിന്നീടുള്ള 100 വർഷത്തോളം പ്രാർത്ഥനകളും പരിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു. എന്നാൽ 1987-ൽ നടന്ന അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലിന് നേരെയുണ്ടായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ആക്രമണകാരികൾ ഹോളി ഫാമിലി ചർച്ച് അഗ്നിക്കിരയാക്കുകയും അവിടെ പരിവിശേഷിച്ച ക്രൈസ്തവരെ എല്ലാം പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് പലായനം ചെയ്യുകയുമായിരുന്നു. ഏകദേശം 40ഓളം പള്ളികൾ അടച്ചു പൂട്ടപ്പെട്ടു. അത്തരത്തിൽ മതാധിപത്യത്തിന്റെ മേൽക്കോയ്മകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാശ്മീരിനെ ജനാധിപത്യ തലത്തിലേക്ക് കൊണ്ടുവരുവാനും അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന തീവ്രവാദത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുവാനും രണ്ടാം മോദി സർക്കാർ എടുത്ത നടപടിയായിരുന്നു ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ. വോട്ട് ബാങ്ക് പ്രീണനത്തിനായി ചിലർ ഉണ്ടാക്കി വെച്ച ജനവിരുദ്ധ നടപടികളെ മോദി സർക്കാർ ഇല്ലാതാക്കുകയായിരുന്നു. അങ്ങനെ അതുവരെ തീവ്രവാദികൾ അഴിഞ്ഞാടിക്കൊണ്ടിരുന്ന കാശ്മീരിലെ മനോഹരമായ താഴ്വരകളിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾ കൂട്ടമായി എത്തിച്ചേരുകയും ടൂറിസത്തിന്റെ ഭൂപടത്തിൽ കാശ്മീർ അർഹിച്ച അംഗീകാരവും അതുവഴി സംസ്ഥാനത്തിന് സാമ്പത്തികമായ പുരോഗതിയും പിന്നെ അനേകർക്ക് തൊഴിലും വരുമാനവും ഒക്കെ ലഭിച്ചു തുടങ്ങുകയും ചെയ്തു. അത്തരത്തിൽ ജമ്മു കാശ്മീർ പുരോഗതികൾ കൈവരിക്കുകയും അവിടുത്തെ ജനങ്ങൾ സന്തുഷ്ടരായി നീങ്ങുകയും ചെയ്തപ്പോൾ ജമ്മുവിനെയും കാശ്മീരിനെയും നോക്കി തങ്ങൾ ആസൂത്രണം ചെയ്തു കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നുവെന്ന് മനസ്സിലാക്കിയ പാക് തീവ്രവാദ ശക്തി കാശ്മീരിലെ സാധാരണക്കാരായ ഇസ്ലാമിക സമൂഹത്തിന്റെ ദൗർബല്യങ്ങളിൽ പിടിമുറുക്കി ഇന്ത്യയുടെ ഹൃദയം തകർക്കുവാൻ തക്കം പാർത്ത് ആയുധമോങ്ങി കാത്തിരിക്കുകയായി. ആ കാത്തിരിപ്പിന്റെ ഒടുവിലാണ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന കടലാസ് ഭീകര സംഘടനയുടെ പിൻബലത്തിൽ 26 ഇന്ത്യൻ പൗരന്മാരെ മതം തിരഞ്ഞ് മുസ്ലിം അല്ലെന്ന് ഉറപ്പാക്കിയിട്ട്
വെടിവെച്ച് കൊന്നത്. ഭർത്താവും അച്ഛനും സഹോദരനുമൊക്കെ കൺമുൻപിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന ദയനീയമായ കാഴ്ച കണ്ട് അലറി വിളിച്ച് കരയുന്ന സഹോദരിമാരുടെ ദീനരോധനം ഇന്ത്യയുടെ മൊത്തം തേങ്ങലായി മാറിയിരിക്കുന്നു. ओए था कोई दिसता जहांगीर तो यार बिहारियां पे झुलदे यार मौत दी कसम दी गई है. चलो मरे तू भी करता है यार. ये देखना पागल हो जहांगीर तू तो नहीं करना यार. मैंने खुदाया कहाँ पे आपका बेटा कहाँ पे है? कोई बात नहीं आपने आप बोले ना मुझे क्या बोलते भेलपुरी खाने से मेरा पति साइड में था. एक इंसान आया उसने उसको गोली मार दी यहाँ पे. उसने बोला कि शायद मुस्लिम नहीं है उसने उसको गोली मार दी. नहीं आप टेंशन मत लो. अब बेटा आप यहाँ पे रहो हम साथ में. मैडम ये जो भीड़ सब है प्रेसिडेंट आप टेंशन मत लो. मेरे पति को बचा लो. हम बचा देगा कोई बात नहीं. बेहतर ആക്രമണം നടന്നയുടനെ സജ്ജരായി രംഗത്തിറങ്ങിയ ഇന്ത്യയുടെ സൈന്യം ഇപ്പോഴും രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന തീവ്രവാദത്തിന്റെ വൈറസിനെ ഇല്ലാതാക്കുവാനുള്ള തീവ്ര യജ്ഞത്തിനായി പടക്കളത്തിൽ അടരാടിക്കൊണ്ടിരിക്കുകയാണ്. സംഭവത്തിന്റെ തൊട്ടുപുറകെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പിന്നാലെ വിദേശയാത്ര വെട്ടിച്ചുരുക്കിക്കൊണ്ട് മടങ്ങിയെത്തിയ പ്രധാനമന്ത്രിയും കാശ്മീരിലെ അടുത്ത സൈനിക നടപടികൾക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി ശക്തമായ നീക്കങ്ങൾക്കായി രംഗത്തുണ്ട്. അമേരിക്കയും റഷ്യയും ഇസ്രായേലും സൗദി അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളും ഇന്ത്യക്ക് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ ആഗോള തീവ്രവാദ സംഘടനകളാണ് പാകിസ്ഥാന്റെ ആശീർവാദത്തോടെ കാശ്മീരിൽ പ്രാദേശിക സഹായത്തോടെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ഉറപ്പുള്ള ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിൽ ലഷ്കർ ഇ തൊയ്ബ കമാൻഡറടക്കം നിരവധി ഭീകരന്മാരെ കൊല്ലുകയും ഭീകരത്താവളങ്ങളായി അവരുടെ വീടുകൾ തകർക്കുകയും ചെയ്തു. എന്നാൽ ദുരന്ത സാഹചര്യത്തിലും ചിലർ തീവ്രവാദികളെയും പാകിസ്ഥാനെയും പിന്തുണച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് രാജ്യദ്രോഹമാണ്. അത്തരക്കാരായ ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇസ്രായേൽ ഹമാസ് തീവ്രവാദികൾക്കെതിരെ ചെയ്തതുപോലെയുള്ള ശക്തമായ തിരിച്ചടികൾക്ക് ഇന്ത്യ തയ്യാറാകാത്തതെന്തെന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ചിലർ സജീവമായി രംഗത്തുണ്ട്. എന്നാൽ തുടർച്ചയായി യോഗങ്ങളും ക്യാബിനറ്റുകളും വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് എല്ലാ പഴുതുകളും അടച്ചുള്ള ആക്രമണത്തിനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. സിന്ധു നദിയിലെ 80% വെള്ളം ഉപയോഗിക്കാൻ പാകിസ്ഥാനെ അനുവദിക്കുന്ന സിന്ധു നദീ കരാർ ഇന്ത്യ റദ്ദാക്കി. അതോടെ തകർന്നടിഞ്ഞ പാക് വിപണി നാശത്തിലേക്ക് കൂപ്പുകുത്തിവിടാൻ ഭാവിക്കുന്ന കാഴ്ചകളാണ് ദൃശ്യമായിരിക്കുന്നത്. അതിനിടയിൽ 130 അണ്വായുധങ്ങൾ കയ്യിലുണ്ടെന്നും അത് ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നും എടുത്ത് പൊട്ടിക്കുമെന്നും സിന്ധു നദിയിലൂടെ ഇന്ത്യക്കാരുടെ ചോരയൊഴുക്കുമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഇറങ്ങിയിരിക്കുകയാണ്. इसी सिंधु दरिया के साथ खड़े होके भारत को कहना चाहूंगा कि सिंधु हमारा है और सिंधु हमारा रहेगा. या इस दरिया से हमारा पानी बहेगा या उनका खून बहेगा. എന്നാൽ വീരവാദങ്ങൾ മുഴക്കാതെ ഇന്ത്യ നടത്തിയിരിക്കുന്നത് ശക്തമായ നീക്കങ്ങളാണ്. അതിന്റെ ഭാഗമായി തന്നെ ആയിരിക്കണം ബലൂചിസ്ഥാന്റെ ആക്രമണത്തിൽ 7ഓളം പാക് ഭടന്മാർ കൊല്ലപ്പെട്ടതും ജലം നദിയിൽ ഉണ്ടായ വെള്ളപ്പൊക്കം പാകിസ്ഥാനെ വലച്ചത്. ഇതോടെ പാകിസ്ഥാൻ മുൻകൈയെടുത്ത് അതിർത്തി കടന്ന് ആക്രമണം നടത്താനുള്ള ഷിംല കരാർ റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിന്റെ ഗുണവും ഇന്ത്യക്ക് തന്നെയായിരിക്കും എന്നത് തീർച്ചയാണ്. ഇന്ത്യക്കെതിരെയുള്ള എല്ലാ ഭീകരതയുടെയും പ്രഭവ കേന്ദ്രവും പാകിസ്ഥാനാകയാൽ കാശ്മീർ കേന്ദ്രമാക്കി അതിശക്തമായ പരിശോധനകളാണ് ഇപ്പോൾ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഭീകരന്മാർക്ക് അനുഭാവമുള്ളവരായി കഴിയുന്നവരെല്ലാം കണ്ടെത്തി കസ്റ്റഡിയിൽ എടുത്ത് ഇന്ത്യൻ ആർമി മുന്നോട്ട് പോവുകയാണ്. ഇക്കുറി പതിന് വിപരീതമായി കാശ്മീരികൾ ഇന്ത്യൻ സൈന്യത്തിനൊപ്പം ഉറച്ചു നിന്ന്
ഭീകരതയ്ക്കെതിരെ അണിനിരന്നിരിക്കുകയാണ്. അങ്ങനെ കാശ്മീരിൽ തളം കെട്ടിക്കിടക്കുന്ന ഭീകരതയുടെ മലിനജലം പൂർണ്ണമായി തുടച്ചു മാറ്റുന്നതുവരെയുള്ള റിലാക്സേഷൻ മാത്രമേ പാകിസ്ഥാന് കിട്ടുകയുള്ളൂ എന്ന് ഉറപ്പാണ്. ആ സമയം വരെ അവർ വീരവാദങ്ങൾ മുഴക്കി ആശ്വാസം കൊള്ളട്ടെ. മരുന്ന്, പച്ചക്കറി, പഴങ്ങൾ, പരുത്തി എന്നിവയൊന്നും ഇനി പാകിസ്ഥാനിലേക്ക് ഇറക്കുമതി ചെയ്യാതിരിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നു. പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാജ്യത്തെ ചൈന പിന്തുണയ്ക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുമുണ്ട്. ഏതായാലും ഇന്ത്യ എന്ന രാജ്യം 140 കോടി ജനങ്ങളുടെ വികാരമാണ്. പാകിസ്ഥാന് കൃത്യമായ തിരിച്ചടി നൽകുക എന്നുള്ളതാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത്. സർക്കാരിന് പരസ്യമായി പിന്തുണയുമായി പ്രതിപക്ഷം രംഗത്തുണ്ടെങ്കിലും അതിനപ്പുറത്ത് വലിയ താല്പര്യമൊന്നും അവർ കാണിക്കാത്തതിന്റെ കാരണം സംശയാസ്പദമാണ്. ഏതായാലും ഭീകരന്മാർക്ക് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ രാജ്യത്ത് പരിവിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെയും പാകിസ്ഥാനിലെ തീവ്രവാദ ശക്തികളെയും ഇല്ലാതാക്കുക തന്നെ വേണം. മലയാള സിനിമയിലെ അപജയങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിച്ച് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് നീണ്ട വർഷങ്ങൾ സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങൾക്കപ്പുറത്ത് അപ്രകാശിതമായ ആ റിപ്പോർട്ടിന്റെ ഏതാനും ഭാഗങ്ങൾ പുറത്തുവിടാൻ സർക്കാർ നിർബന്ധിതരായപ്പോൾ കൂട്ടത്തിൽ അഴിഞ്ഞു വീണത് സിനിമാ മേഖലയിലെ പ്രഭയേറിയ താരങ്ങളുടെ പ്രൗഢികളും പരിവേഷങ്ങളുമായിരുന്നു. അക്കാലത്തെ ചർച്ചകൾ മുഴുവൻ താരങ്ങളുടെ ധാർമ്മികവും സന്മാർഗീയവുമായ ജീവിതത്തെ ചുറ്റിപ്പറ്റിയായിരുന്നെങ്കിലും എല്ലാം താമസിയാതെ കെട്ടടങ്ങിപ്പോയി. സിനിമാ രംഗത്തുള്ള ഏതാനും സ്ത്രീകൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ കോലാഹലം ഉണ്ടാക്കിയെങ്കിലും പരാതിയുമായി ഇറങ്ങിയവർക്ക് ക്രെഡിബിലിറ്റി ഇല്ലെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടതിലാനും ചില ചാനലുകൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇത്തരക്കാരെ പണം കൊടുത്ത് കളത്തിലിറക്കിയതാണെന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടതിനാലും അതെല്ലാം കെട്ടടങ്ങിപ്പോയി. എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അന്ന് ആരോപിക്കപ്പെട്ടെങ്കിലും പിന്നീട് ആരും അത്ര കാര്യമായിട്ട് എടുക്കാതിരിക്കുകയും ചെയ്ത ഒരു കാര്യമായിരുന്നു സിനിമയിലെ ലഹരി പദാർത്ഥങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗം. ഒരിക്കൽ പരമരഹസ്യമായിരുന്ന ലഹരിയുടെ ഉപയോഗം കാലം പോക്കെ വന്ന് ഇപ്പോൾ പരസ്യമായും സമൂഹത്തിന് കടുത്ത അലോസരം സൃഷ്ടിക്കുന്ന തലത്തിലേക്കും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ലഹരി ഉപയോഗത്തിൽ ഒന്നാമതെന്ന സംസ്ഥാനം പഞ്ചാബ് അടക്കമുള്ള മറ്റു ചില സംസ്ഥാനങ്ങളായിരുന്നുവെങ്കിലും ചില നിഗൂഢമായ സമ്പ്രദായങ്ങൾ പേർ നടക്കുന്ന ചില രാഷ്ട്രീയ നിഴൽ സംഘടനകൾക്ക് അധികാരത്തിൽ സ്വാധീനമുണ്ടായതോടെ കേരളം ലഹരിയുടെ ഹബ്ബായി മാറുകയായിരുന്നു. ലഹരി ഉപയോഗിക്കുന്നതും ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നവരും ലഹരിക്കെതിരെ നടപടിയെടുക്കുന്നവരും ഒരേ ആളുകളാകുമ്പോൾ ലഹരിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെ വിജയിക്കാൻ, എങ്ങനെ കാര്യക്ഷമമാകാൻ? അത്തരം ദുരവസ്ഥ തുടരുമ്പോൾ സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം ലഹരിയുടെ ഉപയോഗം അതിരുകടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന സൂപ്പർ സ്റ്റാർ ഡയലോഗ് എല്ലാ മലയാളികൾക്കും ഹൃദ്യസ്ഥമാണ്. എന്നാൽ കേരളത്തിൽ നാർക്കോട്ടിക്സ് എന്ന ഈ ഡേർട്ടി ബിസിനസ് സമൂഹത്തിന്റെ നാനാ തുറകളിലേക്കും പടർന്നു പിടിക്കുകയും സ്കൂളുകളിലും കോളേജുകളിലും ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഭേദമില്ലാതെ അതിന്റെ ഉപയോഗം കുതിച്ചുയരുകയും ചെയ്യുന്നുവെന്നാണ് എക്സൈസ് വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. വികാരങ്ങൾക്ക് പുതിയ മാനങ്ങൾ ഉണ്ടാക്കുന്ന കൗമാരപ്രായത്തെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്നത് വെള്ളിത്തിരകളിലെ നായകന്മാരുടെ ചേഷ്ടകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ കോളേജ് തലങ്ങളിൽ അതിശക്തമായ സ്വാധീനമുണ്ടാക്കാൻ സിനിമയ്ക്കും അതിലെ ആർട്ടിസ്റ്റുകൾക്കും കഴിഞ്ഞിട്ടുമുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട മറ്റൊരു പരാമർശമായിരുന്നു ലഹരിയുടെ ഉപയോഗം ഇപ്പോൾ വർദ്ധിച്ച് ഭീവത്സമായ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ തുറന്ന കാഴ്ചകളാണ് ഹൈബ്രിഡ് ലഹരിയുമായി ഷൈം ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി തുടങ്ങിയ നടന്മാരും ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ തുടങ്ങിയ സംവിധായകരുമെല്ലാം ലഹരി നിർമ്മാർജ്ജനത്തിനായി സർക്കാർ സജ്ജമാക്കിയിരിക്കുന്ന ഡാൻസ് അപ്പ് എന്ന ഫോഴ്സിന്റെ പിടിയിലായിരിക്കുന്നത്. അയാൾ ഒരു നല്ല നടനാണെങ്കിലും മാരകമായ ലഹരിക്കടിമയാണെന്നും പല്ലുകൾ പൊടിഞ്ഞു തുടങ്ങിയെന്നും ടിനി ടോം എന്ന നടൻ അടുത്തിടെ ഒരു പ്രമുഖ നായക നടനെക്കുറിച്ച് പറഞ്ഞതും ഇതോട് ചേർത്ത് പഠിക്കേണ്ടത് തന്നെയാണ്. നല്ല തിരക്കഥയോ മികച്ച ആസൂത്രണമോ നല്ല പാട്ടോ മികച്ച ആക്ഷനോ ജനപ്രീതിയോ ഒന്നുമില്ലെങ്കിലും ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ലഹരിയും പൈശാചികതയും വയലൻസും അവിഹിതവും സമം ചേർത്താൽ മതിയെന്ന് ഒരു ധാരണ പ്രബലപ്പെട്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ അല്പം ക്രൈസ്തവ നിന്ദയും കൂടെയായാൽ സിനിമ വിജയിക്കാനുള്ള എല്ലാത്തരം ചേരുവകളും തികഞ്ഞ് എന്നുറപ്പിക്കാം. അത്തരത്തിൽ പുറത്തിറങ്ങി കോടികൾ കൊയ്ത സിനിമകളാണ് രോമാഞ്ചം, ഭീഷ്മപർവം, തല്ലുമാല, മഞ്ഞുമ്മൽ ബോയ്സ്, ആവേശം, ധൂമം തുടങ്ങിയവയെല്ലാം തന്നെ. ഇതിൽ അടുത്തിടെ പുറത്തിറങ്ങി തരക്കേടില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ സംവിധായകനാണ്
ഹൈബ്രിഡ് കഞ്ചാവുമായി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് അറസ്റ്റിലായ ഖാലിദ് റഹ്മാൻ. കൂടെ അറസ്റ്റിലായ അഷ്റഫ് ഹംസ എന്ന ആളും സംവിധായകനായിരുന്നു. ഇവർക്കൊപ്പം ഖാലിദ് മുഹമ്മദ് എന്നയാളും പിടിയിലായിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ ഡാൻസ് ഓഫ് സംഘം ഇവരുടെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് ഇവരിരുവരും കുടുങ്ങിയത്. ഇവരുടെ കയ്യിൽ നിന്ന് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് കണ്ടെടുത്തത്. പ്രതിഭാധനന്മാരായ കലാകാരന്മാരിൽ പലരും മദ്യലഹരിയുടെ പിടിയിൽ അമർന്ന് അകാലത്തിൽ പൊലിഞ്ഞ് നഷ്ടപ്പെട്ടു പോയ മലയാള സിനിമയിൽ ഇപ്പോൾ പ്രതിഭകളുടെ മാറ്റു തെളിയിക്കാൻ മാരകമായ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുൻപിലും പിൻപിലും ആർട്ടിസ്റ്റുകൾ കലാപരിശ്രമങ്ങൾ തുടരുകയാണ്. കൊച്ചിയും പരിസരവും കേന്ദ്രമായി ലഹരിയും ക്രൈസ്തവ ഹൈന്ദവ മത അവഹേളനങ്ങളുമൊക്കെയായി നിഗൂഢ അജണ്ടകളോടെ പ്രവർത്തിക്കുന്ന നിഗൂഢ സിനിമാ സംഘവുമായി ഇപ്പോൾ പിടിയിലായ സംവിധായകന്മാർക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇവരിൽ ഒരാളുടേതായി അടുത്തിടെ പുറത്തിറങ്ങിയ ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിലാണ് വിശുദ്ധ ബൈബിളിലെ വചനങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ഇരുകരങ്ങൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച പതഞ്ഞു പൊങ്ങുന്ന കള്ളു നിറച്ച കുടം കാണിച്ചുകൊണ്ട് ഇതിന്റെ രക്തമാണ് വാങ്ങി പാനം ചെയ്യുവിൻ എന്നുള്ള ക്രിസ്തുവിന്റെ വിഖ്യാതമായ വാക്കുകളെ വക്രീകരിച്ച് അവതരിപ്പിച്ചത്. തീവ്രവാദത്തെ വെളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ ഉണ്ട എന്ന സിനിമയും മദ്യവും അക്രമവുമായി യുവതിയുവാക്കളെ വഴിതെറ്റിക്കാൻ നിർമ്മിച്ച തല്ലുമാലയും ഇവരുടേതായിരുന്നു. ഇത്തരത്തിൽ സമൂഹത്തിലെ സന്മാർഗ ജീവിതത്തിന് വിരുദ്ധമായതും യുവതകളെ വഴിതെറ്റിക്കുന്നതുമായ സിനിമകൾ ഇറക്കാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം ഇത്തരം മാരക ലഹരിയായിരുന്നുവെന്ന സത്യം ഇപ്പോഴാണ് പലർക്കും ബോധ്യമാകുന്നത്. ഇവരുടെ അറസ്റ്റിന് പിന്നാലെ യുവതലമുറകളെ വല്ലാതെ സ്വാധീനിച്ച വേടൻ എന്ന ഒരു ഫോക്ക് ഗായകനും കഞ്ചാവ് കയ്യിൽ വെച്ചതിന് പോലീസിന്റെ പിടിയിലായി. മാരകമായ ലഹരിക്ക് അടിമപ്പെട്ട് പാടുകയും ആടുകയും വ്രണീത ഹൃദയനെ പോലെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഇയാൾക്ക് ലഭിച്ച ചെറുപ്പക്കാരുടെ പിന്തുണ ആശ്ചര്യകരമായിരുന്നു. ആൺപെൺ ഭേദമന്യേ യുവതലമുറകൾ കുടുങ്ങിയിരിക്കുന്ന സിന്തറ്റിക് ഡ്രഗ് അഥവാ രാസലഹരിയുടെ വ്യാപനത്തെക്കുറിച്ച് എക്സൈസ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ ആരെയും ഞെട്ടിക്കാൻ പോന്നതാണ്. 2024 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് അനുസരിച്ച് എക്സൈസ് പിടിച്ചെടുത്തത് 14,92,665 രൂപയുടെ തൊണ്ടിയായിരുന്നു. ഈ വകുപ്പനുസരിച്ച് 7,830 കേസുകളാണ് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 7,617 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ 975 കേസുകളിൽ 964 പേരെ എറണാകുളം ജില്ലയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഇവരുടെ കയ്യിൽ നിന്ന് 3,844 കിലോ കഞ്ചാവും 2,537 കഞ്ചാവ് ചെടികളും 88 കഞ്ചാവ് വീടുകളുമാണ് പിടികൂടിയത്. സംസ്ഥാന വ്യാപകമായി നടത്തിയ ലഹരിവേട്ടയിൽ 7,691.53 ഗ്രാം ഹാഷിഷ് ഓയിലും 12,590.15 ഗ്രാം കഞ്ചാവും 39.075 ഗ്രാം ചരസും 3,263.95 ഗ്രാം MDMA-യുമാണ് കഴിഞ്ഞ വർഷം എക്സൈസ് പിടികൂടിയത്. എത്ര നാളത്തേക്ക് ഉണ്ടാകുമെന്നറിയില്ലെങ്കിലും സർക്കാർ ഇപ്പോൾ ലഹരിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. വരും തലമുറയുടെ ശോഭനമായ നല്ല നാളുകളെ കരുതി അതിശക്തമായ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയാൽ അത് പ്രതീക്ഷ നിർഭരമാവും ആശാവഹവുമാണ്.